അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തഅലീമുൽ മുതഅല്ലിം ക്ലാസ് 3. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖീല ലി മുഹമ്മദ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹല്ലാ തുസന്നിഫ കിതാബൻ ഫി സുഹദി. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. ആരോ അദ്ദേഹത്തിനോട് ചോദിച്ചു. ഖീല എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ടു. ലി മുഹമ്മദ് ബിനുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹല്ലാ തുസന്നിഫ കിതാബൻ ഫി സുഹദി. സുഹദിൽ താങ്കൾക്കൊരു കിതാബ് രചിച്ചുകൂടെ? പ്രപഞ്ച ത്യാഗത്തെക്കുറിച്ചുള്ള ഒരു കിതാബ് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. സുഹദ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്യാഗം. പ്രപഞ്ചത്യാഗത്തെ കുറിച്ചുള്ളതായ ഒരു ഗ്രന്ഥം, ഒരു കിതാബ് നിങ്ങൾക്ക് രചിച്ചുകൂടെ എന്ന് മുഹമ്മദ് ബിനുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു. ഖാല, അപ്പൊ മഹാനവർകൾ പറയാണ്, ഖദ് സന്നഫ്തു കിതാബൻ ഫിൽ ബുയൂഇ. ഞാൻ കച്ചവട സംബന്ധമായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ചോദ്യം എന്താണ്? പ്രപഞ്ചത്യാഗത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ഗ്രന്ഥം രചിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി സന്നഫ്തു കിതാബൻ ഫിൽ ബുയൂഇ, കച്ചവട സംബന്ധമായി ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഅനി, ഇവിടെ ഉദ്ദേശിക്കുന്നത് അസ്സാഹിദു, പ്രപഞ്ചത്യാഗി എന്ന് പറഞ്ഞാൽ മൻ യതഹറസു അനി ശുബ്ഹാത്തി വൽ മക്റൂഹാത്തി ഫി തിജാറത്തി. കച്ചവടത്തിൽ ശുബ്ഹത്തുകൾ അതുപോലെ മക്റൂഹാത്തുകൾ അതിനെ തൊട്ടൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണോ നിഷിദ്ധമാണോ എന്നുറപ്പില്ലാത്തതാണ് ശുബ്ഹത്തുകൾ. ഇതിനെ തൊട്ടൊക്കെ സൂക്ഷിക്കുന്നതിനാണല്ലോ സുഹദ് എന്ന് പറയുന്നത്. അപ്പൊ കച്ചവടത്തിൽ ഞാനൊരു കിതാബ് രചിച്ചിട്ടുണ്ട്. സന്നഫ്തു കിതാബൻ ഫിൽ ബുയൂഇ, ബൈഇൽ, കച്ചവട സംബന്ധമായ ഒരു ഗ്രന്ഥം ഞാൻ രചിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഅനി അസ്സാഹിദു മൻ യതഹറസു അനി ശുബ്ഹാത്തി, ശുബ്ഹത്തുകൾ സൂക്ഷിക്കുന്ന ആളാ. വൽ മക്റൂഹാത്തി, മക്റൂഹാത്തുകളും ഫി തിജാറത്തി, തിജാറത്തുകളിൽ, കച്ചവടത്തിലൊക്കെ. അപ്പൊ കച്ചവടത്തിൽ പറ്റാത്ത കാര്യങ്ങൾ, അനുവദനീയമാണോ നിഷിദ്ധമാണോ എന്ന് ഉറപ്പില്ലാത്ത ശുബ്ഹത്തുകൾ വന്നു ചേരുന്നതിനെ തൊട്ട് സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സാഹിദ് എന്നർത്ഥം. വകദാലിക, ഇപ്രകാരം തന്നെ, സായിരിൽ മുആമലാത്തി വൽ ഹിറഫി, എല്ലാ സാമ്പത്തിക ഏർപ്പാടുകൾ, ഇടപാടുകളും, വൽ ഹിറഫി, കൈത്തൊഴിലുകളും ഏർപ്പെടുന്നതായ ആളുകളൊക്കെ എന്താക്കണം? ഹറാം കലരാതെ സൂക്ഷിക്കൽ നിർബന്ധ. സാമ്പത്തികമായി ഏർപ്പെടുന്ന ആളുകൾ അതുപോലെ ജോലികളിൽ ഏർപ്പെടുന്നതായ ആളുകളും അതിൽ ഹറാം വന്നു പോകുന്നതിനെ തൊട്ട് നല്ലോണം സൂക്ഷിക്കുക. അതാ കുല്ലു മൻ ഇസ്തഗല ബിശൈഇൻ മിൻഹ, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഓരോന്നുകൊണ്ടും ജോലിയാകുന്ന ആളുകൾ യുഫ്തറദു അലൈഹി ഇൽമു തഹർറുസി അനിൽ ഹറാമി ഫീഹി, ഇതിലെല്ലാം ഹറാം വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കൽ നിർബന്ധമാണ്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും എല്ലാ ജോലികളിലും ഏർപ്പെടുന്ന ആളുകൾ അതിൽ ഹറാം കലരാതെ സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഹറാം കലരാതെ സൂക്ഷിക്കണം, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണം. വകദാലിക, ഇപ്രകാരം തന്നെ, യുഫ്റദു അലൈഹി, അവന്റെ മേൽ നിർബന്ധമാകും ഇൽമു അഹ്വാലിൽ ഖൽബി, ഇതിനൊക്കെ പുറമെ ഹൃദയത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അറിയലും എല്ലാവർക്കും നിർബന്ധ. ഹൃദയത്തിന്റെ അവസ്ഥകൾ. മിന തവക്കുലി, തവക്കുലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. ഹുവ സിഖത്തു ബിമാ ഇൻദല്ലാഹി വൽ യഅ്സു അമ്മാ ഫി ഐദിൻ നാസി, ജനങ്ങളുടെ അടുക്കലുള്ള അല്ല, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. വൽ ഇനാബത്തി, മിന തവക്കുലി വൽ ഇനാബത്ത്, ഇനാബത്ത് എന്ന് പറഞ്ഞാൽ ഇഖ്റാജുൽ കൽബി മിൻ ദുലുമാത്തി ശുബ്ഹാത്തി, ശുബ്ഹാത്തിൽ നിന്ന്, ഗഫലത്തിൽ നിന്ന് ഒക്കെ എന്താക്കുക? കൽബിനെ പുറപ്പെടുവിക്കുക. പിന്നെ ഏതാണ്? ഖശിയത്ത്. ഖശിയത്ത് എന്ന് പറഞ്ഞാല് പേടി, അള്ളാഹുവിനെ എന്താക്കണം? പേടിക്കണം. പിന്നെ അതേ പ്രകാരം തന്നെ വരിള, അള്ളാഹുവിന്റെ വിധിയിലുള്ളതായ സംതൃപ്തി, അള്ളാഹുവിന്റെ ഖലാ. അരിള എന്ന് പറഞ്ഞാൽ സുറൂറുൽ ഖൽബി ബിമുറിൽ ഖലാഇ, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ അള്ളാഹിന്റെ ഖലാ അനുസരിച്ച് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ തൃപ്തിപ്പെടുക. ഇതുമൊക്കെ വേണം. അപ്പൊ വകദാലിക, ഇപ്രകാരം തന്നെ, യുഫ്റദു അലൈഹി ഇൽമു അഹ്വാലിൽ ഖൽബി, ഹൃദയത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അറിയലും എല്ലാവർക്കും നിർബന്ധമാണ്. ഹൃദയത്തിന്റെ അവസ്ഥകളാണ് തവക്കുല്, ഇനാബത്ത്, ഖശിയത്ത്, റിള. ഫഇന്നഹു വാഖിഉൻ ഫി ജമീൽ അഹ്വാലി, കാരണം അത് എല്ലാ സന്ദർഭത്തിലും സംഭവിക്കാവുന്ന കാര്യമാണല്ലോ. കാരണം ഇതൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും സംഭവിക്കാവുന്ന കാര്യമാണ്.
ഇനി വശറഫുൽ ഇൽമി, ഇൽമിന്റെ മഹത്വം. വശറഫുൽ ഇൽമി, ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ മഹത്വം ലാ യഖ്ഫ അലാ അഹദിൻ, ഒരാൾക്കും ഖഫിയല്ല, അവ്യക്തമല്ല. അതായത് ഇൽമിന്റെ മഹത്വം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്താ കാരണം? ഇത് കാരണം ഹുവ മുഖ്തസും ബിൽ ഇൻസാനിയ, വിജ്ഞാനം എന്ന് പറഞ്ഞത് മനുഷ്യവംശത്തിന്റെ പ്രത്യേകതയാണ്. മനുഷ്യവംശത്തിന്റെ പ്രത്യേകതയാണ് വിജ്ഞാനം. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ ഷറഫ് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല, ആരുടെ മേലും അവ്യക്തമല്ല. വശറഫുൽ ഇൽമി, വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ മഹത്വം ലാ യഖ്ഫ, അവ്യക്തമല്ല, അല അഹദിൻ, ഒരാളുടെ മേലും, അപ്പൊ ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇത് കാരണം ഹുവ മുഖ്തസും ബിൽ ഇൻസാനിയ, മനുഷ്യവംശത്തിന്റെ പ്രത്യേകതയാണ് ഇത് ഇൽമ്, വിജ്ഞാനം എന്നുള്ളത്. കാരണം എന്താണ്? ലിഅന്ന ജമീഅൽ ഖിസാലി സിവൽ ഇൽമി, എന്താ കാരണം? വിജ്ഞാനമല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും, ലിഅന്ന ജമീഅൽ ഖിസാലി, മുഴുവൻ കാര്യങ്ങളും, സിവൽ ഇൽമി, വിജ്ഞാനമല്ലാത്ത, അപ്പൊ ഇൽമല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും യസ്തരിക്കു ഫീഹി, അതിൽ കൂറാകും, അൽ ഇൻസാനു, മനുഷ്യന്മാരും, വസായിറുൽ ഹയവാനാത്തി, മറ്റ് ജീവികളും. അപ്പൊ വിജ്ഞാനമല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും മനുഷ്യരോടൊപ്പം ഇതര ജീവികളും ഉണ്ടാക്കുന്നുണ്ട്, പങ്കുചേരുന്നുണ്ട്. അതേതുപോലെ വിജ്ഞാനമല്ലാത്തത് കശജാഅത്തി, ധീരത, അതേ പ്രകാരം തന്നെ വൽ ജുർഅത്തി, ധൈര്യം, വൽ ജാഹ്, ബഹുമാനം, വൽ ജൂദ്, ധർമ്മം, വൽ ഖുവ്വത്ത്, ശക്തി, വൽ ശഫഖത്ത്, സ്നേഹം. ഇതൊക്കെ മറ്റ് ജീവികളിലും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വൈരിഹ, ഇതല്ലാത്തതും. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മനുഷ്യേതര ജീവികളിലും ഉള്ളത് തന്നെയാണ്. അപ്പൊ മനുഷ്യരോടൊപ്പം മറ്റ് ജീവികളും ഉണ്ടാക്കുന്നുണ്ട്, കൂറാവുന്നുണ്ട് ഇതിലൊക്കെ. വിജ്ഞാനമല്ലാത്ത കാര്യങ്ങൾ വിജ്ഞാനത്തിൽ ഉണ്ടാക്കുന്നില്ല. വിജ്ഞാനം എന്ന് പറഞ്ഞത് അത് ഇൻസാനും, മനുഷ്യനെ കൊണ്ട് പ്രത്യേകമായതാണ്. അത് മനുഷ്യന്മാർക്ക് മാത്രമേ ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് എന്താണ്? ബാക്കിയുള്ള എന്ത് കാര്യം നോക്കുകയാണെങ്കിലും മനുഷ്യരോടൊപ്പം ഇതര ജീവികൾ ഉണ്ടാകുന്നുണ്ട്, കൂറാകുന്നുണ്ട്. ഇത് കുറഞ്ഞ ഉദാഹരണം പറഞ്ഞത് മാത്രം. കശജാഅത്തി വൽ ജുർഅത്തി വൽ ജാഹി വൽ ഖുവ്വത്തി വൽ ജൂദി വശഫഖത്തി വഗൈരിഹ. വബിഹി അൽഹറല്ലാഹു തആല ഫളല ആദമ അലൽ മലായികത്തി. അല്ലാഹു മലക്കുകൾക്ക് മുമ്പിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയതും എന്തുകൊണ്ടാണ്? വിജ്ഞാനം കൊണ്ട് മാത്രമാണ്. വിജ്ഞാനം കൊണ്ട് മാത്രമാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത അല്ലാഹു മലക്കുകൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. വഅല്ലമ ആദമൽ അസ്മാ എന്നല്ലേ. വ അമറഹും ബിസ്സുജൂദി, മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് ഒക്കെ എന്തുകൊണ്ടാണ്? വിജ്ഞാനം കൊണ്ട് മാത്രമാണ്. അപ്പം വബിഹി, ഈ വിജ്ഞാനം കൊണ്ട് മാത്രമാണ് അൽഹർ അല്ലാഹു തആല ഫളല ആദമ അലൽ മലായികത്തി വ അമറഹും ബിസ്സുജൂദീൻ. അള്ളാഹു മലക്കുകൾക്ക് മുമ്പിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയതും അവരോട് നബിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതുമെല്ലാം വിജ്ഞാനം കൊണ്ട് മാത്രമാണ്. പിന്നെ വഇന്നമാ ശറഫുൽ ഇൽമി ലികൗനിഹി വസീലതൻ ഇല തഖ്വ അല്ലദീ ബിഹി യസ്തഹിഖുൽ കറാമത ഇൻദല്ലാഹി തആല വസ്സആദത്തുൽ അബദിയ്യ. പിന്നെന്താ പറഞ്ഞ? വഇന്നമാ ശറഫുൽ ഇൽമി, തീർച്ചയായും വിജ്ഞാനത്തിന്റെ പവിത്രത, വിജ്ഞാനത്തിന്റെ മഹത്വണ്ടല്ലോ, ലികൗനിഹി വസീലതൻ ഇല തഖ്വ, അതെന്താണ്? തഖ്വയിലേക്ക്, ഭയഭക്തിയിലേക്കുള്ള ഒരു മാധ്യമമാവുമ്പോഴാണ് എന്താകുന്നത്? മാധ്യമമാകുമ്പോൾ. അല്ലതി, എങ്ങനത്തെ തഖ്വയാണ്? ബിഹി യസ്തഹിഖുൽ കറാമത ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ പക്കൽ ഉണ്ടാവുന്നതായ ആദരവ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭയഭക്തി കൊണ്ടാണ്. വസ്സആദത്തുൽ അബദിയ്യ, ശാശ്വത വിജയത്തിന് അർഹനാകുന്നതും. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞത്? വിജ്ഞാനത്തിന്റെ പവിത്രത ലഭിക്കുന്നത് അത് ഭയഭക്തിയിലേക്ക് മാധ്യമമാകുമ്പോഴാണ്. ഭയഭക്തി ലഭിക്കാൻ എന്ത് വേണം? വിജ്ഞാനം വേണം. അപ്പം ഭയഭക്തിയിലേക്കുള്ളതായ ഒരു വസീലയാകുമ്പോഴാണ് വിജ്ഞാനത്തിന് ഉണ്ടാകുന്നത് മഹത്വം ഉണ്ടാകുന്നത്. അതാ വഇന്നമാ ശറഫുൽ ഇൽമി ലികൗനിഹി വസീലതൻ ഇല തഖ്വ. എങ്ങനത്തെ വസീലയാണ്? അല്ലദീ ബിഹി യസ്തഹിഖുൽ കറാമത ഇൻദല്ലാഹി തആല, ഭയഭക്തി, അതായത് ഭക്തി കൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പക്കലുള്ള ആദരവ് കിട്ടുന്നത്. വസ്സആദത്തുൽ അബദിയ്യ, ശാശ്വത വിജയവും. അപ്പൊ ശാശ്വത വിജയത്തിനും അള്ളാഹുവിന്റെ അടുക്കലുള്ളതായ ആദരവിനും അർഹരാകുന്നത് എന്തുകൊണ്ടാണ്? തഖ്വ കൊണ്ടാണ്. ഈ തഖ്വയിലേക്ക്
വിജ്ഞാനം എന്താകണം, ഒരു മാധ്യമമാവണം. അപ്പോഴാണ് എന്താക്കുന്നത്, വിജ്ഞാനത്തിന് പവർ ലഭിക്കുന്നത്. അപ്പൊ വൈന്നമാ ഷറഫുൽ ഇൽമി, തീർച്ചയായും ഇൽമിന്റേതായ പവിത്രത, വിജ്ഞാനത്തിന്റെ പവിത്രത, ലികൗനിഹി വസീലത്തൻ ഇല തഖ്വ അല്ലദീ യസ്തഹിഖു ബിൽ കറാമത ഇൻദല്ലാഹി തആല വസ്സആദത്തുൽ അബദിയ്യ. വിജ്ഞാനത്തിന് പവിത്രത ലഭിക്കുന്നത് അത് ഭക്തിയിലേക്കുള്ളതായ മാധ്യമമാവുമ്പോഴാണ്. ഭക്തി കൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പക്കലുള്ള ആദരവും ശാശ്വത വിജയത്തിനും ഒരാൾ അർഹനാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശാശ്വത വിജയം ലഭിക്കുന്നതായ മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ച് നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.